കോട്ടയം തൂത്തുവാരും കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ പരമ്പരാഗത ജില്ല എന്ന് പറയുന്ന കോട്ടയം ജില്ലയിൽ UDF വലിയ രീതിയിൽ പ്രകടനം മെച്ചപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ 9 നിയമസഭാ മണ്ഡലങ്ങളാണ് കോട്ടയത്ത് ഉള്ളത്. 9-ൽ 5 ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുമാണ്. UDFന് ഇവിടെ 4 നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുള്ള 5 സീറ്റിൽ 3 കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ കയ്യിലുമാണ്. ബാക്കി 2-1 CPMനും 1 CPIക്കും. UDFിൽ കോൺഗ്രസിനെ കൂടാതെ കടുത്തുരുത്തിയിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായ മോൻസ് ജോസഫും പാലായിൽ നിന്ന് DCK എന്ന പാർട്ടിയുടെ മാണി സി കാപ്പനുമാണ് MLAമാരായിട്ടുള്ളത്. നിലവിലെ 4 സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിക്കൊണ്ട് കൂടെ 2 സീറ്റുകൾ കൂടി പുതുതായി നേടിയെടുക്കുമെന്നാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. നിലവിലെ സിറ്റിംഗ് സീറ്റുകൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കോട്ടയം മണ്ഡലം തന്നെയാണ്. 2011 മുതൽ ഇദ്ദേഹം തന്നെയാണ് ഈ സീറ്റിൽ തുടർച്ചയായി വിജയിക്കുന്നത്. 2011-ലെ തൻ്റെ ആദ്യ പോരാട്ടത്തിൽ അന്നത്തെ സിറ്റിംഗ് MLA VN വാസവനോട് 700 വോട്ടുകൾക്ക് മാത്രമാണ് തിരുവഞ്ചൂർ വിജയിച്ചത്. അതായത് കോട്ടയത്ത് കടുത്ത മത്സരം നടന്നു എന്നതാണ് അതിനർത്ഥം. ഇത് 2016-ലായപ്പോൾ തിരുവഞ്ചൂർ തൻ്റെ ഭൂരിപക്ഷം 32,000 വോട്ടുകളായി വർദ്ധിപ്പിച്ച് ആത്മവിശ്വാസം തിരിച്ചുപിടിച്ചു. 2021-ൽ സംസ്ഥാനം LDF തരംഗത്തിലായപ്പോഴും തിരുവഞ്ചൂർ ഇവിടെ 1800-ലധികം വോട്ടുകളായി നിലനിർത്തി. ഇനി ഈ മണ്ഡലം തിരുവഞ്ചൂരിൽ നിന്ന് അടർത്തിയെടുക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് എതിരാളികൾ പത്തി മടക്കിയിരിക്കുകയാണ്. രണ്ടാമത് ജനകീയനായ മുൻ മുഖ്യമന്ത്രിയുടെ സ്വന്തം തട്ടകവും ഇന്ന് മകൻ ചാണ്ടി ഉമ്മൻ MLA സ്ഥാനം വഹിക്കുന്ന പുതുപ്പള്ളി മണ്ഡലമാണ്. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ചാണ്ടി ഉമ്മൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വികാരനിർഭരമായ വോട്ടുകൾ ഒഴുകിയെത്തിയിരുന്നത്. അതിൽ LDFിൻ്റെ ജെയ്ക്സി തോമസ് നിലംപരിശായതും നമ്മൾ കണ്ടു. ഒരു തുടക്കക്കാരനായിരുന്നിട്ട് കൂടി ചാണ്ടി ഉമ്മൻ പ്രാഗൽഭ്യമുള്ള ഒരു നേതാവിനെ പോലെ മണ്ഡലത്തിൽ ഇന്ന് പ്രിയങ്കരനായി മാറി രാഷ്ട്രീയ കേരളത്തിൽ ഒരു കയ്യൊപ്പ് ചാർത്തിക്കഴിഞ്ഞു. പുതുപ്പള്ളി മണ്ഡലം ചാണ്ടി ഉമ്മനിൽ ലയിച്ചു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ഒരു ഭീഷണിയും വിലപ്പോകില്ല എന്നത് ഉറപ്പാണ്. മൂന്നാമത് കടുത്തുരുത്തിയാണ്. ജോസഫ് ഗ്രൂപ്പിൻ്റെ മുതിർന്ന നേതാവാണ് മോൻസി ജോസഫ്. അവിടെ വർഷങ്ങളായി MLA സ്ഥാനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമാണ്. എങ്കിലും കഴിഞ്ഞ വർഷം മുൻപ് ചരിത്രം തിരുത്തിക്കുറിച്ച ഭൂരിപക്ഷത്തിന് വൻ ഇടിവ് ഇവിടെ സംഭവിച്ചിരുന്നു. അടുത്ത തവണ ആ ഇടിവ് ആവർത്തിക്കാതിരിക്കാനും വൻ നിലയിലേക്ക് ഭൂരിപക്ഷം എത്തിക്കാനും കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് മോൻസ് ജോസഫ്. അങ്ങനെ വന്നാൽ അടുത്ത തവണ കടുത്തുരുത്തിയിൽ നിന്നും ഒരു മന്ത്രിയും ഉണ്ടാകുമെന്നതാണ് കണക്കുകൂട്ടൽ. നാലാമത് പാലാ സീറ്റാണ്. ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. മാണി സി കാപ്പനാണ് ഉപതെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിലും വിജയിച്ച് 2 വട്ടമായി പാലായുടെ MLA ആയി നിൽക്കുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ തട്ടകമായിരുന്ന പാലായിൽ സാക്ഷാൽ ജോസ് കെ മാണിക്കെതിരെ 15,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കാപ്പൻ ജയിച്ചത്. ഇനി അങ്ങോട്ടും കാപ്പൻ്റെ സ്ഥാനം ഇവിടെ ഭദ്രമാണ്. UDF അധികാരത്തിലെത്തിയാൽ ഘടകകക്ഷി എന്ന നിലയിൽ കാപ്പനും ഒരു വകുപ്പ് മന്ത്രിയാകും. അടുത്തത് പൂഞ്ഞാർ സീറ്റാണ്. കഴിഞ്ഞ വർഷം NDA സ്ഥാനാർത്ഥിയായ PC ജോർജിനെ പരാജയപ്പെടുത്തുവാൻ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ LDFിലേക്ക് മറിഞ്ഞതുകൊണ്ട് UDFന് പരാജയം അവിടെ സംഭവിച്ചു. എന്നാൽ ഇത്തവണ LDFിൻ്റെ നിലപാട് മനസ്സിലാക്കിയ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ UDFിലേക്ക് ചായുമെന്നതിനാൽ പൂഞ്ഞാർ മണ്ഡലവും UDF പിടിക്കും. പൂഞ്ഞാർ നാട്ടുകാരൻ കൂടിയായ പ്രകാശ് പുളിക്കൻ്റെ പേരും DCC സെക്രട്ടറി ജോമോൻ ഐക്യരയുടെ പേരുകളും ഉയർന്നു വരുന്നുണ്ട്. കൂടാതെ ജോസഫ് വാഴക്കൻ്റെ പേരും കേൾക്കുന്നുണ്ട്. ഏതായാലും UDFും കോൺഗ്രസും അനുയോജ്യനായ ജയസാധ്യതയുള്ള ഒരാളെ അവിടെ ഉറപ്പിക്കുമെന്നതിനാൽ പൂഞ്ഞാർ മണ്ഡലവും UDFന് ഉറപ്പായി കഴിഞ്ഞു. അടുത്തത് ചങ്ങനാശ്ശേരി മണ്ഡലമാണ്. NSSൻ്റെ ആസ്ഥാനം, മധ്യ തിരുവിതാംകൂറിലെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം. ഈ നിലയിലൊക്കെ ഈ മണ്ഡലം നിലനിൽക്കുന്നത് കൊണ്ട് ഒരു നായർ വിഭാഗത്തിനോ ഒരു കത്തോലിക്ക വിഭാഗത്തിനോ ഇവിടെ സാധ്യത പറയുന്നുണ്ട്. മുസ്ലിം വിഭാഗത്തിനും നിർണായകമായ വോട്ടുകൾ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് ചങ്ങനാശ്ശേരി. ഇത് പിടിച്ചടക്കാൻ കെൽപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയെ UDF അവിടെ രംഗത്തിറക്കും എന്നതാണ് അണിയറ നീക്കം. ഇനി ബാക്കി 3 സീറ്റുകളാണ്. കാഞ്ഞിരപ്പള്ളി, ഏറ്റുമാനൂർ, വൈക്കം.
വൈക്കം നിയോജക മണ്ഡലത്തിൽ വിജയപ്രതീക്ഷകൾ മറ്റ് മണ്ഡലങ്ങളിലേതുപോലെ ഇല്ല എന്നതുകൊണ്ട് കൃത്യമായ ആസൂത്രണങ്ങൾ അണിയറയിൽ നടക്കുന്നതേയുള്ളൂ. ഏതായാലും ഒരു മുന്നേറ്റം ഇവിടെ UDF ഉണ്ടാക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഏറ്റുമാനൂരും കാഞ്ഞിരപ്പള്ളിയിലും ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്നതിനാൽ കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പും വെച്ച് മാറും എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഏറ്റുമാനൂർ കോൺഗ്രസ് ഏറ്റെടുത്താൽ നാട്ടകം സുരേഷ് ഇവിടെ സ്ഥാനാർത്ഥിയാകും എന്നതാണ് കണക്കുകൂട്ടൽ. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലേക്ക് വന്നാൽ ജോസഫ് ഗ്രൂപ്പിന് സീറ്റ് ലഭിച്ചാൽ പാർട്ടി വർക്കിംഗ് ചെയർമാനും മുൻ MP-യും കേന്ദ്രമന്ത്രിയുമായ PC തോമസിനെ ഇവിടെ പരിഗണിക്കും എന്നതാണ് അറിയുന്നത്. ഈ മണ്ഡലത്തിൽ PC തോമസിൻ്റെ വ്യക്തിബന്ധങ്ങളും പാരമ്പര്യവും മുതൽക്കൂട്ടാകുമെന്നത് ഉറപ്പാണ്. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 6 മണ്ഡലങ്ങളിൽ നിന്നും പരമാവധി 8 മണ്ഡലങ്ങളായി ഉയർത്താൻ കഴിയുമെന്നാണ് UDFിൻ്റെ കണക്കുകൂട്ടൽ. 2026 കേരളത്തിൽ UDF അധികാരത്തിലെത്തുകയും കോട്ടയം ജില്ലയിൽ ഏറ്റവും ചുരുങ്ങിയത് 3 മന്ത്രിമാരെങ്കിലും ഉണ്ടാകുമെന്ന് ഉറപ്പുമാണ്. UDFിൻ്റെ മുന്നേറ്റം 2026 കേരളത്തിൽ ഒരു തരംഗമാകുകയും അത് രാഷ്ട്രീയ കേരളത്തിനും പൊതുജനത്തിനും ഒരു വലിയ ആശ്വാസമാകുകയും ചെയ്യും എന്നതിനാൽ ജനം തീരുമാനം ഇപ്പോഴേ എടുത്തു കഴിഞ്ഞു. UDFിൻ്റെ വരവ് അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നത് ഒരു നഗ്ന സത്യമായി നിലനിൽക്കുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.